അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ 1 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ നേതാക്കളെയും അനുയായികളെയും പിൻപറ്റുന്നതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചും പിശാചിൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റിയാൽ സംഭവിക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ വചനങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകളിൽ എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار خالدين فيها بإذن ربهم تحيتهم فيها سلام. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء. تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض
اجتثت من فوق الأرض ما لها من قرار. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. ദേഹേച്ഛയെ പിൻപറ്റിയും പിശാചിനെ പിന്തുടർന്നുകൊണ്ടും നേതാക്കളെ അനുസരിച്ചുകൊണ്ടും ഷിർക്കും കുഫറും മറ്റു തിന്മകളും ചെയ്ത ആളുകൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗാവകാശികളെ സംബന്ധിച്ച് പറയുന്നു, വഉദ്ഖിലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഉദ്ഖില, അദ്ഖല എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുക. അദ്ഖല യുദ്ഖിലു ഇദ്ഖാലൻ. ഉദ്ഖില എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കപ്പെടുക. ആർ? അല്ലദീന ആമനു, ഈമാനുള്ളവർ, തൗഹീദുള്ളവർ. വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. ജന്നാത്തിൻ, സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. തജ്രീ മിൻ തഹ്തിഹ, അതിൻ്റെ താഴ്ഭാഗങ്ങളിലൂടെ ഒഴുകുന്നതാണ്. അൽ അൻഹാർ, നദികൾ, പുഴകൾ, അരുവികൾ. ഖാലിദീന ഫീഹ, അവരവിടെ നിത്യവാസികളായിരിക്കും. ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അനുമതി പ്രകാരം. തഹിയ്യതുഹും ഫീഹ, അവിടെ വെച്ച് അവർക്ക് ലഭിക്കുന്ന അഭിവാദ്യം എന്ന് പറയുന്നത് സലാമുൻ, സലാമായിരിക്കും, സമാധാനത്തിൻ്റെ വാക്കുകളായിരിക്കും, സമാധാനത്തിൻ്റെ അഭിവാദ്യമായിരിക്കും അവർക്ക് സ്വർഗലോകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ സത്യനിഷേധികളുടെ അവസ്ഥയെക്കുറിച്ച് വളരെ വിശദമായി 2 വലിയ ആയത്തുകളിലാണ് പറഞ്ഞിട്ടുള്ളത്. വബറസൂലില്ലാഹി ജമീഅൻ ഫഖാല ദുഅഫ എന്ന് തുടങ്ങി, അതേപോലെ തന്നെ വഖാല ശൈത്താനു ലമ്മ ഖുദിയൽ അംറു. ഈ 2 വലിയ ആയത്തുകളാണ്. അത് നരകക്കാരെ സംബന്ധിച്ച് പറഞ്ഞു. പക്ഷേ സ്വർഗക്കാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ചെറിയ ഒരായത്തിൽ അള്ളാഹു അതിനെ പരിമിതപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ആയത്ത് വളരെ ചെറുതാണെങ്കിലും ആ ആയത്തിലെ കണ്ടൻ്റാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സ്വർഗത്തിലെത്തിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, വഉദ്ഖിലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ജന്നാത്തിൻ. സ്വർഗപ്പൂന്തോപ്പുകളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് ആരാണ്? 2 ക്വാളിറ്റിയാണ്. ഒന്ന് അൽ ഈമാൻ, അല്ലദീന ആമനു. 2 അൽ അഅമാലുസ്സാലിഹ, സൽപ്രവർത്തനങ്ങൾ. കാരണം ശരിയായ ഈമാൻ എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പിന്നെ ഒരിക്കലും പ്രമാണത്തെ വിട്ടുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതിൻ്റെ പിന്നാലെ പോവുകയില്ല. ശരിയായ തൗഹീദ് എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ പിശാചിൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റുകയുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വഴിപിഴവുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം അഖീദ ശരിയാക്കലാണ്, തൗഹീദ് പഠിക്കലാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പ്രമാണബദ്ധമായി തൗഹീദ് ഒരാൾ മനസ്സിലാക്കിയാൽ, ഈമാൻ കാര്യങ്ങൾ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ വഴിതെറ്റിക്കുക സാധ്യമല്ല.
അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആസ്റിൽ പറഞ്ഞത് വൽ ആസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. കാലം തന്നെയാണ് സത്യം, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്, എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. അപ്പോൾ ഈമാൻ, സത്യവിശ്വാസം, തൗഹീദ് അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പതറിപ്പോവുകയില്ല, അവർക്ക് തെറ്റ് സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈമാനിനെ നിരന്തരം മാറ്റുരച്ചു കൊണ്ടിരിക്കണമെന്നാണ്, ഈമാനിനെ നിരന്തരം പരിശോധിച്ചു കൊണ്ടിരിക്കണം. സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലി വൽ കിതാബില്ലദീ ഉൻസില മിൻ ഖബ്ൽ. ഈമാനുള്ളവരെ, യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലി, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കണം. അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചവർക്കല്ലേ മുഅ്മിനുകൾ എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് ഈമാനുള്ളവരെ എന്ന് വിളിക്കുന്നത്? അള്ളാഹുവിലും റസൂലിലും ഈമാൻ കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരെ കുറിച്ചാണ് അത് വിളിക്കുന്നത്. എന്നിട്ടും അള്ളാഹു പറയാണ് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ ആമിനു ബില്ലാഹി വറസൂലി, നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കണം, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? മുഫസ്സിരീങ്ങൾ പറയുന്നത്, അഥവാ നിങ്ങൾ ആ ഈമാനിനെ നിരന്തരമായി ശക്തിപ്പെടുത്തുകയും അതിനെ നിരന്തരമായി നിങ്ങൾ മാറ്റുരയ്ക്കുകയും അതിലെ പോരായ്മകളെ നിങ്ങൾ എപ്പോഴും അന്വേഷിക്കുകയും വേണമെന്നാണ്. അതിലെ പോരായ്മകളെ, അതിലെ കുറവുകളെ നിങ്ങളെപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കണം. എന്താണ്, എവിടെയാണ് നന്നാക്കാനുള്ളത്, എവിടെയാണ് ശരിയാക്കാനുള്ളത്? അങ്ങനെ നിരന്തരമായി നിങ്ങൾ തൗഹീദ് കേട്ടുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം, മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞ അദ്കാറുകൾ നിങ്ങൾ പരിശോധിക്കുക. അദ്കാറുൽ ഇസ്തിഖാദ്, എഴുന്നേറ്റാലുള്ള അദ്കാർ, അദ്കാറുൽ സബാഹ്, അദ്കാറുൽ മസാ, അൽ അദ്കാറു ഇൻദൻ നൗം. ഈ അദ്കാറുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈമാൻ നിരന്തരമായി പഠിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് തൗഹീദും ശിർക്കും വേർതിരിഞ്ഞുകൊണ്ടേയിരിക്കും. മാത്രമല്ല, വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഈമാൻ അതിൻ്റെ പരിപൂർണതയിലെത്തണമെന്നില്ല. അതുകൊണ്ടാണ് ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ സ്വഹാബികൾ തന്നെയാണ്, അവർ പുതു മുസ്ലിമീങ്ങളായിരുന്നു, അഥവാ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പക്ഷേ നബിയെ കണ്ട സ്വഹാബികളാണവർ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ എന്താണ്? ഇജ്അൽ ലനാ ദാത അൻവാത്ത് കമാ ലഹും ദാതു അൻവാത്ത്. അവർക്ക് ആയുധങ്ങൾ കെട്ടിത്തൂക്കി ബറക്കത്തെടുക്കാൻ ഒരു മരം ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരം നിശ്ചയിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധൻ. എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്? ഇത് ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവം വേണമെന്ന് പറഞ്ഞതുപോലെയാണ്, മൂസാ നബിയോട് ഇസ്രായേല്യർ പറഞ്ഞതുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരാണവർ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. പക്ഷേ ബറക്കത്തെടുക്കാൻ വേണ്ടി ഒരു മരം നിശ്ചയിച്ചാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ് എന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ തൗഹീദിൻ്റെ വിശദാംശങ്ങളെല്ലാം മനസ്സിലാക്കണമെന്നില്ല. മറിച്ച് ഓരോന്നും അള്ളാഹുവിൻ്റെ റസൂല് സ്വഹാബത്തിനെ എങ്ങനെയാണോ പഠിപ്പിച്ചത്, ഓരോ കാര്യങ്ങളും എങ്ങനെയാണോ സ്വഹാബത്തിന് മനസ്സിലാക്കി കൊടുത്തത്, അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരു സ്വഹാബി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ഒട്ടകത്തെ അറുക്കാമെന്ന് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അവിടെ മുമ്പ് ഏതെങ്കിലും വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നോ? എന്തുകൊണ്ടാണ് താങ്കൾ ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അറക്കാൻ നേർച്ചയാക്കിയത്? വേറെയും സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ സ്ഥലത്തിന് വല്ല പ്രത്യേകതയും ഉണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധിക്കുകയാണ്. അവിടെ മുമ്പ് വല്ല വിഗ്രഹങ്ങളും ആരാധിക്കപ്പെട്ടിരുന്നോ? ആ സ്വഹാബി പറഞ്ഞു ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു ഇല്ല നബിയെ. അടുത്ത ചോദ്യം, അവിടെ ജാഹിലിയ കാലഘട്ടത്തിൽ വല്ല ഉത്സവങ്ങളും നടന്നിരുന്നോ? ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്നല്ല, മുമ്പുണ്ടായിരുന്നോ? അവിടെ ഉത്സവം നടക്കുന്ന, നേർച്ച നടക്കുന്ന സ്ഥലമായിരുന്നോ? അവർ പറഞ്ഞു അല്ല.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഔഫി ബിനദിരിക്, എങ്കിൽ ആ നേർച്ച പൂർത്തീകരിച്ചോ. കാരണം അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിൽ നേർച്ച വീട്ടാൻ പാടില്ല. അപ്പൊ എന്താണ് അവിടെ അള്ളാഹുവിനോടുള്ള അനുസരണക്കേട്? വിഗ്രഹാരാധന നടന്ന ഒരു സ്ഥലത്ത്, അതല്ലെങ്കിൽ നേർച്ച നടന്ന ഒരു സ്ഥലത്ത് അതിന് എന്തെങ്കിലും നിലക്കുള്ള ഒരു പ്രാധാന്യമുണ്ടെന്ന തോന്നൽ, അങ്ങനെ ഒരു തോന്നൽ മനസ്സിലേക്ക് വന്നാൽ അത് തൗഹീദിൻ്റെ പൂർണ്ണതക്കെതിരാണ്. അത് ഷിർക്കിലേക്കുള്ള വസീലയാണ്. അത് നിങ്ങളെ മെല്ലെ ഷിർക്കിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഇന്ന സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്, ഇന്ന മഖ്ബറക്ക് പ്രത്യേകതയുണ്ട്, ഇന്ന സ്ഥാനത്തിന് പ്രത്യേകതയുണ്ട് എന്ന് തോന്നിയിട്ട് അവിടെ പോയി ഇബാദത്ത് ചെയ്യൽ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൻ്റെ പൂർണ്ണതക്കെതിരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യഹൂദ ക്രൈസ്തവർക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. യഹൂദ ക്രൈസ്തവർക്ക് അല്ലാഹുവിൻ്റെ ശാപം, അംബിയാക്കളുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി, ആരാധനാ സ്ഥലമാക്കി, സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കി. ആർക്കുള്ള സുജൂദ്? ഖബറിലുള്ളവർക്കാണോ? അല്ല, അള്ളാഹുവിനുള്ള സുജൂദ്. ആർക്കുള്ള ഇബാദത്ത്? ഖബറിലുള്ളവർക്കാണോ? അല്ല, അള്ളാഹുവിനുള്ള ഇബാദത്ത്. യഹൂദ ക്രൈസ്തവർ വിശ്വസിച്ചിരുന്നത്, അവർ പിന്നീട് ഖബറാളികളെ ആരാധിച്ചിട്ടുണ്ട്, പക്ഷേ അവരാദ്യം വിശ്വസിച്ചിരുന്നത് ഇന്ന ഖബറിൻ്റെ അടുത്ത് പോയി സുജൂദ് ചെയ്താൽ അള്ളാഹുവിന് അത് ഇഷ്ടമാകും, ഇന്ന ഖബറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും. അവർ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്, അവർ ഇബാദത്ത് ചെയ്തത് റബ്ബിന്, അവർ സുജൂദ് ചെയ്തത് അള്ളാഹുവിന്. പക്ഷേ ഇന്ന ഖബറിന് പോരിശയുണ്ട്, ഇന്ന മഹാൻ്റെ ഖബറാണ്, ഇന്ന വലിയൻ്റെ ഖബറാണ്, ഇന്ന നബിയുടെ ഖബറാണ്, അവിടെ വെച്ചുള്ള ആരാധനകൾക്കും നേർച്ചകൾക്കും കൂടുതൽ പുണ്യമുണ്ടാകുമെന്ന് പറഞ്ഞതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. അവർക്കാണ് അള്ളാഹുവിൻ്റെ ലഅനത്ത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഖബറിലുള്ളവരോട് തന്നെ നേരിട്ട് ഇസ്തിഗാസ നടത്തിയാലോ, അവരോട് തന്നെ നേരിട്ട് പ്രാർത്ഥിച്ചാലോ അത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ഈ നിലക്ക് മുസ്ലിം ഉമ്മത്തിനെ തൗഹീദ് നിരന്തരമായി പഠിപ്പിക്കുകയും ഷിർക്കിനെ സംബന്ധിച്ചും ഷിർക്കിലേക്കുള്ള വസീലകളെ സംബന്ധിച്ചും കൃത്യമായി നിരന്തരമായി ബോധവൽക്കരിക്കുകയും ചെയ്യണം. അത് നാം പഠിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ പിശാചിന് ഇടപെടാൻ കഴിയില്ല, സാദാത്തുക്കൾക്കോ നേതാക്കൾക്കോ ഇടപെടാൻ കഴിയില്ല. പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി തൗഹീദ് പഠിക്കുന്ന ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടും. അതുകൊണ്ടാണ് വഉദ്ഖിലല്ലദീന ആമനു, 2 വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. ഏതാണ് ഈ സൽക്കർമ്മം എന്ന് പറയുന്നത്? നല്ലതായി തോന്നുന്നതെല്ലാം സൽക്കർമ്മമാണോ? അല്ല. മറിച്ച് ഇസ്ലാമിൽ ഒരു കാര്യം അമലുൻ സ്വാലിഹാവണമെങ്കിൽ അതിന് 2 കണ്ടീഷനുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ അയ്യകൂന ഖാലിസൻ ലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ചെയ്താലേ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ സ്വർഗത്തിലേക്ക് അതൊരാളെ പ്രവേശിപ്പിക്കുന്ന കർമ്മമായി തീരുകയുള്ളൂ. അത് റസൂലുള്ള പഠിപ്പിച്ച ഇബാദത്താണെങ്കിലും ശരി. 5 വഖ്ത് നമസ്കാരം ഒരാൾ നിർവഹിക്കുന്നു, പക്ഷേ യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ അമല് സ്വീകരിക്കപ്പെടുകയില്ല. അത് അമലുൻ സാലിഹല്ല. ആരുടെ അടുത്ത്? റബ്ബിൻ്റെ അടുത്ത്. അപ്പോൾ ഒന്ന് ഇഖ്ലാസ് കറക്റ്റായിരിക്കണം. രണ്ടാമത്തത്, ഒരാൾ ഇഖ്ലാസോടുകൂടിയാണ് ചെയ്യുന്നത്, അങ്ങനെ അയാൾ സുബൈ 4 റക്അത്ത് നിസ്കരിച്ചാൽ അപ്പോൾ ആ നമസ്കാരവും സ്വീകരിക്കൂല. എന്താ പ്രശ്നം? ഇഖ്ലാസ് ഉണ്ട്, പക്ഷേ അലാ ഗൈരി സുന്നത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെതിരിലാണത് ചെയ്തത്. ഒരാൾ സുന്നത്ത് നമസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ ആ ബാങ്കും ആ ഇഖാമത്തും സ്വീകരിക്കപ്പെടുകയില്ല. എന്തുകൊണ്ട്? അലാ ഗൈരി സുന്നത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊരു അമലും ഇഖ്ലാസ് ഉണ്ടായിട്ടും കാര്യമില്ല. പിന്നെ എന്ത് വേണം? അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതായിരിക്കണം. ഇങ്ങനെ റസൂല് പഠിപ്പിച്ചതാവുകയും ഇഖ്ലാസോടുകൂടി ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രവൃത്തിയെ അമലുൻ സാലിഹ് എന്ന് ഇസ്ലാമിൻ്റെ നിർവചനത്തിൽ, ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിൽ അമലു സാലിഹാത്തിൻ്റെ നിർവചനം അങ്ങനെയാണ്. അങ്ങനെ ഒരാൾ കണിശത പുലർത്തുന്ന ഒരാളെ വഴിതെറ്റിക്കാൻ പിശാചിന് കഴിയില്ല. എന്നാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ് എന്തും ചെയ്യുന്നവരുടെ പിന്നാലെ പിശാച് കൂടും. അത് നല്ലതല്ലേ, അത് ചെയ്യിപ്പിക്കും, ഇത് നല്ലതല്ലേ, ഇത് ചെയ്യിപ്പിക്കും. അങ്ങനെ അവരെ ബിദ്അത്തിൻ്റെ ഖുറാഫാത്തിൻ്റെ ആളുകളാക്കി മാറ്റാൻ ശൈത്താനും സാധിക്കും, മനുഷ്യരിൽപ്പെട്ട വഴിതെറ്റിക്കുന്ന നേതാക്കൾക്കും സാധിക്കും. എന്നാൽ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടതേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് കണിശതയുള്ള ഒരാളെ വഴിതെറ്റിക്കാൻ സാധിക്കില്ല. കാരണം അയാൾ പ്രമാണം ചോദിക്കും. കാരണം അമലു സാലിഹ് ആണല്ലോ എങ്കിൽ അതിന് തെളിവ് പറയൂ എന്ന് അവർ ചോദിക്കുക
സ്വീകരിക്കുക തന്നെ ചെയ്യും. എന്താണ് അതിൻ്റെ ദലീൽ? അതിൻ്റെ ഹദീസ് ഏതാണ്? അതിൻ്റെ ദലീൽ എന്താണ്? അതിൻ്റെ തെളിവെന്താണ്? ആ തെളിവ് ബോധ്യപ്പെട്ടിട്ടേ അവരത് ചെയ്യുകയുള്ളൂ. ഇന്ന ആൾ പറഞ്ഞു എന്നത് അവർക്കിടയിൽ പ്രമാണമേയല്ല, അവരത് സ്വീകരിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ 2 ക്വാളിറ്റിയാണ്. ഒന്ന്, ഈമാൻ കറകളഞ്ഞതായിരിക്കും, അവർ ഷിർക്കിൻ്റെ, കുഫറിൻ്റെ, നിഫാഖിൻ്റെ ആളുകളെ അല്ല. രണ്ടാമത്തത്, അവർ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമലുകൾ ചെയ്യുന്നവരായിരിക്കും. വഉദ്ഖിലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അങ്ങനെയാണെങ്കിൽ അവരെ ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അല്ലാഹു പ്രവേശിപ്പിക്കുന്നതാണ്. അതാകുന്നു ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നതും അത് തന്നെയാകുന്നു. ഖാലിദീന ഫീഹാ, അവരവിടെ നിത്യവാസികളായിരിക്കും. ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അനുമതി പ്രകാരം. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അഥവാ ആ നിത്യവാസം എന്നുള്ളത് അവരുടെ കഴിവല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിൽ വെച്ച് അവരെ മരിപ്പിച്ച അതേ റബ്ബിന് സ്വർഗത്തിൽ വെച്ചും അവരെ മരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഈ ഖുലൂദ് എങ്ങനെ കിട്ടി? അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം കിട്ടുന്നതാണ്. അതാണ് സൂറത്ത് ഹൂദിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖാലിദീന ഫീഹ ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നരകത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് വളരെ ക്ലിയറാണ്, അപ്പാരൻ്റാണ്. എന്താണ്? ഖാലിദീന ഫീഹ ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച കാലം അവർ നരകത്തിൽ കിടന്നിട്ട് പിന്നെ അവർ സ്വർഗത്തിൽ പോകും. പക്ഷേ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു എന്ത്? ഖാലിദീന ഫീഹ ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച കാലം ഒഴികെ അവർ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും. അതിൻ്റെ അർത്ഥം സ്വർഗത്തിൽ നിന്ന് ഒരു നാൾ പുറത്തു പോകേണ്ടി വരുമെന്നാണോ? അല്ല. പിന്നെ എന്താണ്? അഥവാ ആ ഖുലൂദ് അള്ളാഹുവിൻ്റെ മശീഅത്താണ്, അതല്ലാതെ മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ടതല്ല. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, ഫളലാണ്. അതാണ് ഇവിടെയും പറഞ്ഞത്, ഖാലിദീന ഫീഹ ബിഇദ്നി റബ്ബിഹിം. ആ ഖുലൂദ് ഒരിക്കലും മരിക്കില്ല എന്നുള്ള അവസ്ഥ. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഫതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. എങ്കിൽ സ്വർഗത്തിലെത്തുന്ന ആളുകൾ ഒരിക്കലും മരിക്കുന്നില്ല, അവർ മരിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ മരിക്കാതിരിക്കുന്ന അവസ്ഥ അവരുടെ ദാത്തിയായ കഴിവല്ല, റബ്ബ് നൽകുന്ന ഖുലൂദ് മാത്രമാണ്. അത് റബ്ബിൻ്റെ ഫളല് മാത്രമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖാലിദീന ഫീഹ ബിഇദ്നി റബ്ബിഹിം തഹിയ്യതുഹും ഫീഹ സലാം, അവർക്കവിടെയുള്ള അഭിവാദ്യം സലാമായിരിക്കും. എന്ന് പറഞ്ഞാൽ അത് 3 നിലക്കാണ്. ഒന്ന്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ മലക്കുകൾ സലാമിൻ്റെ തഹിയ്യത്ത് കൊണ്ട് അവരെ സ്വീകരിക്കും. രണ്ടാമത്തത്, നിരന്തരം മലക്കുകൾ സ്വർഗത്തിലേക്ക് വന്നുകൊണ്ട് നമുക്ക് സലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. മൂന്നാമത്തത്, സത്യവിശ്വാസികൾ പരസ്പരം സ്വർഗലോകത്ത് സംസാരിക്കുന്നത് ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ ഇല്ലാ ഖീലൻ സലാമ സലാമ, ലഘുവായതൊന്നും സ്വർഗത്തിൽ കേൾക്കേണ്ടി വരില്ല, കുറ്റകരമായ വാക്കുകളും കേൾക്കേണ്ടി വരികയില്ല. സലാം സലാം എന്ന അഭിവാദ്യവും ആശംസകളും നല്ല നല്ല വാക്കുകളുമല്ലാതെ മറ്റൊന്നും സ്വർഗലോകത്ത് കേൾക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ അഭിവാദ്യം സലാമാണ്. ആ സലാമാണ് അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലും നമുക്ക് തഹിയ്യത്താക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ വെച്ച് നാം വിശ്വാസികളെ കാണുമ്പോൾ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൽ നിന്ന് ലഭിക്കേണ്ട ഹക്കിൽപ്പെട്ടതാണ് നിങ്ങൾ അവനെ കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും, നിനക്ക് സമാധാനമുണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. ആ നിലക്കാണ് വിശ്വാസികളുടെ തഹിയ്യത്ത്. അത് പരലോകത്ത് സ്വർഗത്തിലും അത് തന്നെ, ഈ ലോകത്ത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നതും സലാമിൻ്റെ തഹിയ്യത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയുകയാണ്, അലം തറ, നബിയെ നിങ്ങൾ കണ്ടില്ലേ, അഥവാ നിങ്ങളുടെ ഹൃദയം കൊണ്ട് കണ്ടില്ലേ, ഹൃദയം കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? അലം തറ കൈഫ, എപ്രകാരമാണ് ദറബല്ലാഹു മസലൻ, അള്ളാഹു ഉദാഹരിക്കുന്നത്, ഉപമ പറയുന്നത്. ദറബ മസലൻ എന്ന് പറഞ്ഞാൽ ഉദാഹരിക്കുക. ദറബ യദ്രിബു ദർബൻ, ദറബ യദ്രിബു ദർബൻ, ദറബല്ലാഹു മസലൻ, അള്ളാഹു എങ്ങനെയാണ് ഉദാഹരണം പറയുന്നത് എന്ന് കണ്ടില്ലേ എന്നാണ്.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ ആളുകളോടും, അതേപോലെ ഈ ആയത്ത് കേൾക്കാനും ഓതാനും ഭാഗ്യം ലഭിച്ച മുഴുവൻ ആളുകളോടും പറയുകയാണ് അലം തറ. അവിടെ മുഹമ്മദ് ബിൻ ജരീർ ഒത്തബരി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത് ബിബസരി ഖൽബിക്, ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടില്ലേ എന്നാണ്. അഥവാ ഹൃദയത്തിലിട്ട് അതൊന്ന് ആലോചിച്ച് നോക്കാനാണ്, ഒന്ന് ചിന്തിച്ച് നോക്കാനാണ്. ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് അള്ളാഹു ഉദാഹരിക്കുന്നത്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ. അള്ളാഹു ഉദാഹരണം പറയുന്നു. എന്തിനുള്ള ഉദാഹരണം? കലിമത്തൻ ത്വയ്യിബ, നല്ല ഒരു വാക്കിനുള്ള കലിമത്തിനുള്ള ഉദാഹരണം. കലിമ എന്ന് പറഞ്ഞാൽ വാക്കാണ്. ത്വയ്യിബത്ത് എന്ന് പറഞ്ഞാൽ ത്വയ്യിബായത്, നല്ലതായത്. ത്വാബ എന്ന് പറഞ്ഞാൽ നന്നായി തീരുക എന്നാണ്. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലത്. കലിമത്ത് ത്വയ്യിബ, നല്ല ഒരു വാക്കിൻ്റെ ഉദാഹരണം അള്ളാഹു വിശദീകരിക്കുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്നാണ്. അതേതുപോലെയാണ്? കശജറത്തിൻ ത്വയ്യിബ, അതൊരു നല്ല വൃക്ഷം പോലെയാണ്. ഷജറത്ത് എന്ന് പറഞ്ഞാൽ, ഷജറ എന്ന് പറഞ്ഞാൽ ശാഖകളുള്ള വലിയ വൃക്ഷത്തിനാണ് ഷജറ എന്ന് പറയുന്നത്. ഷജർ അല്ലെങ്കിൽ ഷജറ. ഷജറ കഷജറത്തിൻ ത്വയ്യിബ, നല്ല വാക്കിൻ്റെ ഉദാഹരണം നല്ല ഒരു വൃക്ഷം പോലെയാണ്, നല്ല ഒരു മരം പോലെയാണ്. എന്താണ് കാരണം? അസ്ലുഹാ സാബിത്തുൻ. അസ്ലു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിവേര്, അടിത്തറക്കാണ് അസ്ലു എന്ന് പറയുന്നത്. അതിൻ്റെ അടിവേര്, അതിൻ്റെ വേരുകൾ, അത് സാബിത്തുൻ. സബത യസ്ബുത്തു സബാത്ത് എന്ന് പറഞ്ഞാൽ വേരുറച്ച് നിൽക്കുന്നതിനാണ്, അടിയുറച്ച് നിൽക്കുന്നതിനാണ്. പതറാതെ ഇളകാതെ ഉറച്ച് നിൽക്കുന്നതിനാണ് സബത്ത എന്ന് പറയുക. സാബിത്ത് എന്ന് പറഞ്ഞാൽ പതറാതെ ഇളകാതെ വേര് ആണ്ടിറങ്ങി നിൽക്കുന്നതിനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അസ്ല്, അതിൻ്റെ വേരുകൾ അത് പുറംഭാഗത്ത് മാത്രമല്ല, മറിച്ച് സാബിത്തുൻ, ഭൂമിക്കടിയിലേക്ക് ആണ്ടിറങ്ങിയിരിക്കുന്നു, ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. വഫറുഹ, അതിൻ്റെ ഫറ അഥവാ അതിൻ്റെ ശാഖകൾ. ഫറ എന്ന് പറഞ്ഞാൽ ഫറഅ യഫറഉ ഫറാഅത്തൻ വഫറഅ, അഥവാ ശാഖകളായി പടർന്നു പന്തലിച്ച് നിൽക്കുന്ന അവസ്ഥക്കാണ് ഫറ എന്ന് പറയുന്നത്. ശാഖകളായി പടർന്നു പന്തലിച്ച് നിൽക്കുന്നതിനാണ് ഫറ എന്ന് പറയുന്നത്. വഫറുഹ, അതിൻ്റെ ശാഖകൾ അതെങ്ങനെയാണ്? അത് ഫിസ്സമ, ഉപരിലോകത്താണ്. ഉപരിലോകത്ത് വിശാലമായി നിൽക്കുന്നു. മാത്രമല്ല തുഅ്തി ഉകുലഹ, അത് നൽകുന്നു. ആത യുഅ്തി ഈതാഅൻ, തുഅ്തി അത് നൽകുന്നു, ആ വൃക്ഷം നൽകുന്നു. ഉകുലഹ, ഉക്കുൽ എന്ന് പറഞ്ഞാൽ സമറ, അതിൻ്റെ പഴം, അതിൻ്റെ കനി, അതിൻ്റെ കായ് കനി, അതിൻ്റെ ഫ്രൂട്ട്സ്, അതാണ് ഉക്കുൽ എന്ന് പറയുന്നത്. ഉകുലഹ, അതിൻ്റെ കനികൾ, അതിൻ്റെ പഴങ്ങൾ അത് നൽകുന്നു. കുല്ലഹീനിൻ, എല്ലാ സമയത്തും എല്ലാ സന്ദർഭത്തിലും. ബിഇദ്നി റബ്ബിഹ, അതിൻ്റെ രക്ഷിതാവിൻ്റെ അനുമതി പ്രകാരം, അതിൻ്റെ രക്ഷിതാവിൻ്റെ അനുമതി പ്രകാരം. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, വയദ്രിബു നമ്മൾ പഠിച്ചു, വയദ്രിബുല്ലാഹുൽ അംസാൽ, മസലിൻ്റെ ജംആണ് അംസാൽ. അപ്രകാരം അള്ളാഹു ഉദാഹരണങ്ങൾ വിശദീകരിക്കുന്നു. ലിന്നാസ്, ജനങ്ങൾക്ക്. ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിക്കുവാൻ വേണ്ടി. തദക്കറ യതദക്കറു തദക്കുറൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ, ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു ഉദാഹരണങ്ങൾ വിശദീകരിച്ചു തരുന്നു. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ തൗഹീദിനെ വിശദീകരിക്കുന്ന, അതേപോലെ മുവഹിദുകളെ വിശദീകരിക്കുന്ന തുല്യതയില്ലാത്ത രണ്ടായത്താണ് ഈ ആയത്ത്, ഈ രണ്ടായത്തുകൾ. സമാനമായ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ കാണുക വളരെ വിരളമാണ്. കാരണം അത്രമാത്രം ഗാംഭീര്യമുള്ള, എന്താണ് തൗഹീദ്, എന്താണ് ഇസ്ലാം, ആരാണ് മുവഹിദ്, ആരാണ് മുസ്ലിം, അത് ഈ ആയത്തുകളിൽ നിന്ന് അൽഹംദുലില്ലാഹ് ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അലം തറ, നബിയെ കാണുന്നില്ലേ, ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല, മനുഷ്യരെ ചിന്തിക്കുന്നില്ലേ. കൈഫ വറബല്ലാഹു മസലൻ, അള്ളാഹു ഉദാഹരണം പറയുന്നത്. എന്തിനുള്ള ഉദാഹരണം? കലിമത്തൻ ത്വയ്യിബ, നല്ല ഒരു വാക്കിനുള്ള ഉദാഹരണം. ഏതാണ് ഈ നല്ല വാക്ക്? സഹാബത്ത് മുതൽക്ക് സകല മുഫസ്സിറുകളും ഐക്യഖണ്ഡേന പറഞ്ഞു, ആ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. ആ കലിമത്ത് കലിമത്തു തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന തൗഹീദിൻ്റെ കലിമത്താണ്. അത് ത്വയ്യിബത്തായ കലിമത്താണ്. അത് കലിമത്തുൻ
ത്വയ്യിബ, ഏറ്റവും നല്ല കലിമത്താണ്. അതിനേക്കാൾ നല്ല ഒരു കലിമത്ത് വേറെ ഇല്ല എന്നർത്ഥം. ആ കലിമത്തിൻ്റെ തൗഹീദിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഉപമ കശജറത്തിൻ ത്വയ്യിബ, അതൊരു നല്ല വൃക്ഷം പോലെയാണ്. അതൊരു നല്ല വൃക്ഷം പോലെയാണ്. എന്താണ് ഒരു നല്ല വൃക്ഷത്തിൻ്റെ ക്വാളിറ്റി? അതാണ് പിന്നീട് പറയുന്നത്. ഒരു നല്ല വൃക്ഷത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അസ്ലുഹ സാബിത്തുൻ, അത് കാറ്റത്തും മഴയത്തും പെട്ടെന്ന് മറിഞ്ഞു വീഴുന്നതല്ല, അത് സാബിത്തായി ഉറച്ചു നിൽക്കുന്നതാണ്. ഒരു കാറ്റത്തും ഒരു മഴയത്തും ഒരു കൊടുങ്കാറ്റിലും അത് കുലുങ്ങാതെ നിൽക്കും. അതാണ് അസ്ലുഹ സാബിത്തുൻ. അതിൻ്റെ വേരുകൾ ഹൃദയത്തിൽ ആണ്ടിറങ്ങി നിൽക്കുന്നു. അത് ഈമാനിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറാബികൾ ഞങ്ങൾ ഈമാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു എന്താണ് പറഞ്ഞത്? ഖാലത്തിൽ അറാബു ആമന്ന ഖുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബികും. ഈമാൻ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈമാനിനെ കുറിച്ച്. ഈമാനിൻ്റെ മുഴുവൻ വശങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഒരു ഇഷ്കാലും ശുബ്ഹാത്തുമില്ലാതെ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞു പോകുന്നില്ല, ആകപ്പാടെ പിന്നെ സംശയമായി തീരുന്നില്ല. കാരണം സാബിത്താണത്. നല്ല ഇൽമുണ്ട്, യഖീനുണ്ട്, പ്രമാണബദ്ധമായി തൗഹീദ് മനസ്സിലാക്കണം. ആ നിലക്ക് തൗഹീദിനെ മനസ്സിലാക്കിയത് ഹൃദയത്തിൽ വേരുറച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലൊരു വൃക്ഷം വേറെ കാണാനില്ല എന്നുള്ളതാണ്. അസ്ലുഹ സാബിത്തുൻ, അത് സാബിത്താണ്, അത് ഹൃദയത്തിൽ ആണ്ടിറങ്ങി നിൽക്കുകയാണ്. വഫറുഹ ഫിസ്സമാ, അതിൻ്റെ ശാഖകൾ ഉപരിലോകത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. എന്താണ് അതിൻ്റെ അസ്ല് സാബിത്താണ് എന്നും അതിൻ്റെ ശാഖകൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു എന്നും പറഞ്ഞതിൻ്റെ പൊരുൾ, അതിൽ ഗംഭീരമായ ചില പൊരുളുകളുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉപമകളെല്ലാം നമുക്കറിയാം. ആരാണ് ഈ ഉപമ പറയുന്നത്? അല്ലാഹുവാണ്. അല്ലാഹു ഉപമ പറയുമ്പോൾ അത് സമ്പൂർണ്ണമായിരിക്കും. ഈ ആയത്തിൻ്റെ പൊരുൾ മനസ്സിലാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ വലിപ്പം മനസ്സിലാവുന്നത്. ഇതിന് 3 നിലക്കുള്ള തഫ്സീറുണ്ട് പ്രിയപ്പെട്ടവരെ, ശരിക്കും ശ്രദ്ധിക്കണം. ഈ 3 തഫ്സീറും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തെ തഫ്സീർ, തൗഹീദുള്ള ഒരാൾ, അത് ഹൃദയത്തിൽ ശരിയായ നിലക്ക് തൗഹീദ് പഠിച്ച് മനസ്സിലാക്കിയാൽ അത് ഹൃദയത്തിൽ ആണ്ടിറങ്ങും. അസ്ലുഹ സാബിത്തുൻ, യഖീൻ ഉണ്ടാകും. അലൽ യഖീൻ, യഖീനിലായിരിക്കും ഉണ്ടാവുക, പതറിപ്പോവാത്തതാണത്. അങ്ങനെ നിൽക്കുന്നതോടൊപ്പം തന്നെ വഫറുഹ ഫിസ്സമ, ഉപരിലോകത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കും. തുഅതി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ, അതിൻ്റെ റബ്ബിൻ്റെ പെർമിഷൻ പ്രകാരം, അനുമതി പ്രകാരം അതിൻ്റെ സമറാത്തുകൾ അത് നൽകിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ഒരാൾ പടർന്ന് പന്തലിച്ച് സമൂഹത്തിന്, വ്യക്തികൾക്ക്, കുടുംബത്തിന് ഒരു തണലായി നിൽക്കുന്നതാണ്. നിങ്ങൾ പ്രവാചകന്മാരുടെ ജീവിതം എടുത്തു നോക്കൂ. തൗഹീദുള്ള ആളുകളുടെ ഏറ്റവും വലിയ ഉദാഹരണമായി പറയാൻ നമുക്ക് സാധിക്കുന്നത് ഏറ്റവും ആദ്യമാരെയാണ്? പ്രവാചകന്മാരെയാണ്. ആ പ്രവാചകന്മാരിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിനെ സമഗ്രമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരുന്നു നബിയുടെ പ്രത്യേകത? നബിയുടെ സ്വഭാവം, നബിയുടെ കറം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഔദാര്യം, അള്ളാഹുവിൻ്റെ റസൂല് ഇണകളോട് പെരുമാറിയത്, അള്ളാഹുവിൻ്റെ റസൂല് മക്കളോട് പെരുമാറിയത്, അള്ളാഹുവിൻ്റെ റസൂല് അയൽവാസികളോട് പെരുമാറിയത്, അള്ളാഹുവിൻ്റെ റസൂല് ശത്രുക്കളോട് പോലും പെരുമാറിയത്, അള്ളാഹുവിൻ്റെ റസൂല് യഹൂദ ക്രൈസ്തവരടങ്ങുന്ന ഇതര മതക്കാരോട് പെരുമാറിയത്. അത് വളരെ വലിയൊരു സംഭവം തന്നെയല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറി? ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ആ വിഷയത്തിൽ. ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെ പെരുമാറി, എങ്ങനെയായിരുന്നു നബി. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, താങ്കൾ വമ്പിച്ച സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന്. അദീമായ സ്വഭാവം, തുല്യതയില്ലാത്ത സ്വഭാവം, സങ്കല്പിക്കാൻ പറ്റാത്ത സ്വഭാവത്തിൻ്റെ ഉടമ. ആ നബിയെ പിൻപറ്റാനാണ് നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു മുവഹിദ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുടനീളം അതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കണം. അതിൻ്റെ ഉക്കിലുകൾ, അതിൻ്റെ സമറാത്തുകൾ, സത്യവിശ്വാസത്തിൻ്റെ സൽഫലങ്ങൾ. ഞാൻ അള്ളാഹുവിലാണ് വിശ്വസിക്കുന്നത്, കാരുണ്യവാനായ റബ്ബിൽ. ആ റബ്ബിൽ വിശ്വസിക്കുന്ന ഒരടിമ
കാരുണ്യവാനായ പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ അടിമകൾ ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിലൂടെ വളരെ സാവകാശത്തിലും സമാധാനത്തിലും നടന്നു നീങ്ങുന്നവരായിരിക്കും. അവരുടെ ഒരുപാട് ക്വാളിറ്റികൾ സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ ക്വാളിറ്റി ഹദീസിലും ഖുർആനിലും വന്നത് എന്തൊക്കെയാണ് പറഞ്ഞാൽ തീരുമോ? അത് അസ്ല് സാബിത്താവുന്നതിനനുസരിച്ചാണ് ഈ ഫറ ഉണ്ടാവുക എന്നാണ്. നമ്മൾ അഖീദ പഠിക്കുന്നതിൽ എത്രമാത്രം വീഴ്ച വരുത്തുന്നുണ്ടോ അത്രമാത്രം സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വീഴ്ച ഉണ്ടാകും. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. ഈമാൻ ഏറ്റവും പൂർണ്ണതയിലെത്തിയത് ആർക്കാണ്? അങ്ങനെ എത്തിയവൻ്റെ അടയാളം അവൻ ഏറ്റവും നല്ല സ്വഭാവക്കാരനായിരിക്കും എന്നാണ്. പെരുമാറ്റത്തിൽ മോശമുണ്ടോ? അത് തൗഹീദിലുള്ള കുറവാണ്, ഈമാനിലുള്ള കുറവാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. ഈമാനിൽ കമാൽ ഉണ്ടാകുമ്പോൾ സ്വഭാവം ഏറ്റവും നന്നായി തീരും. അതിൽ നുക്സാന് വരുമ്പോൾ സ്വഭാവവും മോശമായി തീരും. പല ആളുകളും ധരിച്ചിട്ടുള്ളത്, ഞാൻ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ആളാണ്, ഞാൻ തൗഹീദ് പ്രഭാഷണം നടത്തുന്ന ആളാണ്, ഞാൻ തൗഹീദിന് വേണ്ടി വാദിക്കുന്ന ആളാണ്, ഞാൻ ഖബറിൻ്റെ പുറത്തൊന്നും പോവാറില്ല, ഞാൻ മക്ബറ സന്ദർശിക്കാറില്ല, ഞാൻ മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാറില്ല, അതുകൊണ്ട് എൻ്റെ തൗഹീദ് പൂർണ്ണമാണ്, അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ കളവ് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല, മറ്റുള്ളവരെ പരിഹസിച്ചാലും പ്രശ്നമൊന്നുമില്ല, ഭാര്യയെ ഉപദ്രവിച്ചാലും പ്രശ്നമൊന്നുമില്ല, മക്കളോട് മോശമായി പെരുമാറിയാലും പ്രശ്നമില്ല, അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിച്ചാലും പ്രശ്നമില്ല, ഗീബത്ത് പറഞ്ഞാലും പ്രശ്നമില്ല, നമീമത്ത് പറഞ്ഞാലും പ്രശ്നമില്ല, ഞാൻ തൗഹീദിൻ്റെ ആളാണ്, എനിക്കാണ് സ്വർഗം. തൗഹീദ് ഇല്ലാത്ത ആളുകൾ കാരണം തൗഹീദ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും എന്നിങ്ങനെ കരുതി ചില ആളുകൾ, അതല്ലെങ്കിൽ വലിയ ഒരു സംഘം ആളുകൾ തെറ്റിദ്ധാരണയിലാണ്. അവർ വിചാരിക്കുന്നത് തൗഹീദ് ആ നിലക്കൊരു ചെറിയ വശവും ഒക്കെ അങ്ങ് പഠിച്ച് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു പ്രബോധന പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പും എടുത്ത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇനി എനിക്കൊന്നും പഠിക്കാനില്ല, എൻ്റെ അഖീദ പഠനമൊക്കെ കഴിഞ്ഞു, എല്ലാം പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളൊരു ധാരണയാണ്. ആ ധാരണ ഉണ്ടാകുമ്പോഴാണ് ഈ സ്വഭാവപരമായ പെരുമാറ്റങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത്. തൗഹീദിൻ്റെ ആളുകളെക്കുറിച്ച് ആളുകൾക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. തൗഹീദിൻ്റെ പ്രബോധകന്മാരെക്കുറിച്ച് അവരുടെ ഭാര്യമാർക്ക് അഭിപ്രായമില്ല, അവരുടെ മക്കൾക്ക് അഭിപ്രായമില്ല, അവരുടെ കുടുംബാംഗങ്ങൾക്ക് അഭിപ്രായമില്ല, അവരുടെ അയൽവാസികൾക്ക് അഭിപ്രായമില്ല, അവരുടെ കൂട്ടുകാർക്ക് അഭിപ്രായമില്ല. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? സംഭവിക്കാൻ പാടില്ല. അസ്ലുഹ സാബിത്ത്, അസ്ലു സാബിത്താണോ? എന്താണ് ഈമാൻ? അതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ, ആ ഈമാൻ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതൊക്കെ പഠിച്ച് മനസ്സിലായാൽ മാത്രമേ അതിൻ്റെ ഫറ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ശുഷ്കിച്ചു പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ എന്നെയും നിങ്ങളെയും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, നാം ഈമാൻ പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും, വലിയ മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് ഒന്നാമത്തെ വിശദീകരണം അതാണ്. തുഅ്തി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം നിരന്തരമായി അതിൻ്റെ സമറാത്തുകൾ അത് നൽകിക്കൊണ്ടേയിരിക്കും. പടർന്ന് പന്തലിച്ച് താങ്ങായി തണലായി എല്ലാവർക്കും നന്മ ചെയ്യുന്ന ആളുകളായി വിശ്വാസികൾ ഉണ്ടാകുമെന്നാണ്. അതാണ് തൗഹീദിൻ്റെ പ്രത്യേകത. അതാണ് അതിൻ്റെ ഒന്നാമത്തെ തഫ്സീർ. അതിൻ്റെ രണ്ടാമത്തെ തഫ്സീർ ഒന്നുകൂടി ശക്തമാണ്. ഇബ്നു ജരീർ അത്തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, വഫറഉഹ ഫിസ്സമാ ഐ വഹുവ അഅലാഹ ഫിസ്സമാ. ഉപരിലോകത്ത് ഇങ്ങനെ ഉയർന്നു നിൽക്കും. യഖൂലു മുർത്തഫിഉൻ ഉലുവൻ നഹ്വസ്സമാ. ഉപരിലോകത്തേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ തൗഹീദിൻ്റെ ആളുകൾ ഗാംഭീര്യത്തോടുകൂടി ജീവിക്കുന്നവരാണ്. അവരിങ്ങനെ ദുർബലരായി ലഈഫുകളായി ഓച്ചാനിച്ച് പേടിച്ച് അരണ്ട് വരണ്ട് അങ്ങനെ ജീവിക്കേണ്ടവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ വലാ തഹിനു വലാ തഹ്സനു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സൂറത്തു ആലി ഇംറാനിൽ, വലാ തഹിനു, ദുർബലത കാണിക്കരുത്, വലാ തഹ്സനു, സങ്കടപ്പെടരുത്, വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണോ നിങ്ങളാണ് ഉന്നതർ, നിങ്ങളാണ് ഉന്നതന്മാർ. നിങ്ങൾക്ക് ഈമാനുണ്ടോ? നിങ്ങളുടെ ഈമാനിൻ്റെ ആഴവും പരപ്പും അനുസരിച്ച് നിങ്ങളാണ് ഔന്നിത്യമുള്ളവർ. അതുകൊണ്ട് അള്ളാഹു പറയാണ്, വലാ തഹ്നു, എവിടെയും ദുർബലത കാണിക്കേണ്ട ആവശ്യമില്ല, വലാ തഹ്സനു, സങ്കടപ്പെട്ട് നിൽക്കുകയും വേണ്ട, നിങ്ങളാണ് ഉന്നതർ. തൗഹീദിൻ്റെ ആളുകളാണ് ഇസ്സത്തുള്ള ആളുകൾ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ ലാ യഅലമൂൻ. ഇസ്സത്ത് അല്ലാഹുവിനാണ്, ഇസ്സത്ത് റസൂലുള്ളാഹിക്കാണ്, ഇസ്സത്ത് ഈമാനുള്ളവർക്കാണ്, തൗഹീദുള്ളവർക്കാണ്. കപടവിശ്വാസികൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ്.
ഇസ്സത്ത് അള്ളാഹുവിനും റസൂലിനുമാണ്. ഇസ്സത്ത് സത്യവിശ്വാസികൾക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകിയവരാണ് മുഅ്മിനുകൾ. നമുക്ക് നമ്മുടേതായ ഇസ്സത്തുണ്ട്, പ്രതാപമുണ്ട്. ആ പ്രതാപം ഒരിക്കലും നഷ്ടപ്പെട്ടവരായി നമ്മൾ കരുതരുത്. നമ്മൾ മുവഹിദുകളാണോ, തൗഹീദുള്ളവരാണോ, നമുക്കെവിടെയും തലകുനിക്കേണ്ട ആവശ്യമില്ല. റഹ്മാനായ റബ്ബിൻ്റെ മുന്നിലല്ലാതെ വേറെ എവിടെയും തലകുനിക്കേണ്ടുന്ന ആവശ്യമില്ല. അതുകൊണ്ടാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹിജറ പോയപ്പോൾ, അബിസീനിയയിലേക്ക് ഹിജറ പോയപ്പോൾ കൂടെയുള്ള വിശ്വാസികളുണ്ട്. നജ്ജാശി വന്നു. അവിടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, അവിടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ അവർ സുജൂദ് ചെയ്തു, അല്ലെങ്കിൽ റുക്കൂ ചെയ്തു. പക്ഷേ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് കൂടെ ഉണ്ടായിരുന്ന സഹാബികളും ഷ്ടാണായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ തലകുനിക്കാത്തത്? ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമേ റുക്കൂഉം സുജൂദും പാടുള്ളൂ, ഒരു മനുഷ്യൻ്റെ മുന്നിലും സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഇസ്സത്ത്. ഇത് തൗഹീദിൻ്റെ ഇസ്സത്താണ്, തൗഹീദിൻ്റെ പ്രതാപമാണ്. അതുകൊണ്ട് തന്നെ അസ്ലുഹാ സാബിത്ത്, അടിയുറച്ചു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തസ്ബീത്ത് നൽകും, പതറിപ്പോവാൻ പാടില്ല എന്നാണ്. ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു എന്നല്ലേ പറഞ്ഞത്. ശത്രു സംഘത്തെ കണ്ടാൽ കാലിടറരുത്, പതറിപ്പോവരുത്, അടിയുറച്ചു നിൽക്കണം. അങ്ങനെ കാലുകൾ ഭൂമിയിൽ അടിയുറച്ചു നിൽക്കുകയും പ്രതാപം കൊണ്ടും ഇസ്സത്ത് കൊണ്ടും തല ഉയർത്തി നിൽക്കുകയും ചെയ്യുന്നവനാണ് മുവഹിദ്, അവനാണ് മുസ്ലിം. അസ്ലുഹാ സാബിത്ത് വ ഫർഉഹാ ഫിസ്സമാ. ഇത് മുഅ്മിനിൻ്റെ ഉപമയാണ്. എത്ര തഫ്സീറുകളിലാണ് പറഞ്ഞത് ഇത് മുസ്ലിമിൻ്റെ ഉപമയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ തൗഹീദ് സ്വീകരിച്ചവരുടെ ഉപമയാണത്. അതേസമയത്ത് ആ ഇസ്സത്ത്, ആ പ്രതാപം ശരിക്കും ശ്രദ്ധിക്കുക. ആ ഇസ്സത്ത്, ആ പ്രതാപം ജനങ്ങളോട് അനീതി കാണിക്കാനോ, ജനങ്ങളെ ആക്രമിക്കാനോ, ജനങ്ങളുടെ മേൽ കിബർ നടിക്കാനോ അവരെ പ്രേരിപ്പിക്കൂല. പിന്നെയോ തുഅ്തീ ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ജനങ്ങൾക്ക് നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്, ഖൈറാത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്, ജനങ്ങളോട് നല്ലത് പറയുന്നവരാണ്, ഫക്കീറുകളെ സഹായിക്കുന്നവരാണ്, സകാത്തും സദഖയും നൽകുന്നവരാണ്, എല്ലാ നന്മകളിലും മുന്നേറുന്നവരാണ്. അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ്സമാ. മൂന്നാമത്തെ തഫ്സീർ അത് ഇതിനേക്കാൾ ഗംഭീരമായ തഫ്സീറാണ് എന്ന് മാത്രമല്ല, ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം ജീവിതത്തിലുണ്ടാകും. എന്താണത്? ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, വഫറഉഹാ ഫിസ്സമാ യഖൂൽ യുർഫഉ ബിഹാ അമലുൽ മുഅ്മിനി ഇലസ്സമാ. അല്ലാഹു അക്ബർ. യുർഫഉ ബിഹാ അമലുൽ മുഅ്മിനി ഇലസ്സമാ. അസ്ല് സാബിത്തായാലേ അമൽ ഉപരിലോകത്തേക്ക് കയറിപ്പോവുകയുള്ളൂ. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉ. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്. കലിമു ത്വയ്യിബ് അല്ലാഹുവിലേക്കാണ് കയറിപ്പോവുക. ഏതാണ് ആ കലിമു ത്വയ്യിബ്? ഈ പറഞ്ഞ കലിമത്തൻ ത്വയ്യിബ എന്ന് പറഞ്ഞ തൗഹീദിൻ്റെ കലിമത്തും മറ്റ് അദ്കാറുകളുമാണ്. പിന്നെ അതിനോട് ചേർന്ന് വരുന്ന എല്ലാ വിശ്വാസികൾ ഉപയോഗിക്കുന്ന തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് വിശ്വാസികൾ ഉപയോഗിക്കുന്ന എല്ലാ നല്ല വാക്കുകളും പിന്നെ അതിൽ വരും. പക്ഷെ അതിൻ്റെ റഅ്സായി നിൽക്കുന്നത് ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇലൈഹി യസ്അദുൽ കലിമുത്ത് ത്വയ്യിബ്. കലിമുത്ത് ത്വയ്യിബ് റബ്ബിലേക്ക് കയറിപ്പോകും. ആ കലിമത്ത് തൗഹീദ് ഇഖ്ലാസ് ഉള്ളതാണെങ്കിൽ വൽ അമലു സ്വാലിഹു യർഫഉഹു. അമലു സ്വാലിഹിനെ അല്ലാഹു ഉയർത്തുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ തൗഹീദ് ഉള്ളവരുടെ അമൽ മാത്രമേ ഉപരിലോകത്തേക്ക് ഉയർന്നു പോവുകയുള്ളൂ. അല്ലാത്തവരുടെ അമൽ തള്ളപ്പെടും, ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കപ്പെടും, ആകാശത്തേക്ക് കയറിപ്പോവില്ല, അവരും കയറിപ്പോവില്ല. അവരുടെ റൂഹ് പോലും മലക്കുകൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഒന്നാമത്തെ ആകാശത്തിൻ്റെ കവാടം തുറക്കാൻ പറയും, തുറക്കൂല എന്ന് പറയും. തുറക്കൂല. കാരണം ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ. ആകാശത്തിൻ്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കൂല. അവരെയും അള്ളാഹു ഉപരിലോകത്തേക്ക് കയറ്റൂല. അവരുടെ അമലുകളും തടയപ്പെടും, ഭൂമിയിലേക്ക് തന്നെ മടക്കപ്പെടും. നഊദു ബില്ലാഹി മിൻ ദാലിക്. അതിൽ നിന്ന് നാം അള്ളാഹുവിൽ അഭയം തേടുക. തൗഹീദില്ലാത്ത, ഇഖ്ലാസില്ലാത്ത ഒരു അമലും ആകാശത്തേക്ക് കയറിപ്പോവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനും നമ്മുടെ ഇഖ്ലാസും നല്ലതാണെങ്കിൽ അത്തരം അമലുകൾ മാത്രമേ ആകാശലോകത്തേക്ക് കയറിപ്പോവുകയുള്ളൂ. അത്തരം അമലുകൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുമുള്ളൂ.
അതുകൊണ്ട് തൗഹീദ് ശരിയാക്കണം, ഇഖ്ലാസ് ശരിയാക്കണം, എങ്കിൽ അമലുകൾ വഫറഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അങ്ങനെ റഹ്മാനായ റബ്ബിൻ്റെ അനുമതി പ്രകാരം എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും അവർ അവരുടെ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഏതാണ് ഈ വൃക്ഷം? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കശജറത്തിൻ ത്വയ്യിബ എന്ന് പറഞ്ഞല്ലോ. ഈ കശജറത്തിൻ ത്വയ്യിബ എന്ന് പറയുമ്പോൾ, ഒരു ഉപമ പറയുമ്പോൾ, ഭൂമിയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു വൃക്ഷമായിരിക്കണം അത്. ഏതാണ് ആ വൃക്ഷം? ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദില്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ കുന്ന ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അഖ്ബിറൂനി ബിശജറത്തിൻ തുഷ്ബിഹു ഔ കർറജുലിൽ മുസ്ലിമി ലാ യതഹാതു വറഖുഹാ വലാ തുഅതി ഉക്ലഹാ കുല്ല ഹീനിൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സദസ്സിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഞങ്ങളോട്, എനിക്ക് നിങ്ങളൊരു വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞു തരണം. റസൂൽ ചോദിക്കുകയാണ്, അഖ്ബിറൂനി ബിശജറ, ഒരു ഷജറ. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത കർറജുലിൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ പോലെയാണ്. ആ മുസ്ലിമും ആ വൃക്ഷവും ഒരുപോലെയാണ്. ഈ ആയത്തിൽ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം കൂടിയാണത്. അതിൻ്റെ ഇലകൾ കൊഴിയുകയില്ല. ഇല കൊഴിയുന്ന വൃക്ഷമല്ല അത്. പല വൃക്ഷങ്ങളിൽ നിന്നും ഇലകൾ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷേ ഈ വൃക്ഷത്തിൽ നിന്ന് ഇലകൾ കൊഴിയുകയില്ല. അതേപോലെ തന്നെ ലാ വല അതിനങ്ങനല്ല എങ്ങനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്. എന്നിട്ട് പറഞ്ഞു തുഅതി ഉകുലഹാ കുല്ല ഹീൻ, അതിൻ്റെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എല്ലാ സന്ദർഭത്തിലും കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതേതാണ് ആ വൃക്ഷം? ഖാല ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫവഖാ ഫീ നഫ്സി അന്നഹ നഖ്ല, എൻ്റെ മനസ്സിൽ വന്നു അത് ഈത്തപ്പനയാണ്, അത് ഈത്തപ്പനയാണ്. വറഅയ്തു അബൂബക്കറിൻ വഉമർ ലാ യതകല്ലമാൻ, പക്ഷേ ആ സദസ്സിൽ ആരൊക്കെ ഉണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, പ്രഗത്ഭരായ ആലിമീങ്ങളായ ആ സ്വഹാബത്തുണ്ടായിരിക്കെ ഈ ചെറിയ ഞാൻ എങ്ങനെയാണ് ആ റസൂലുള്ളാഹിൻ്റെ സദസ്സിൽ വെച്ച് സംസാരിക്കുക? കാരണം അവരാരും മിണ്ടുന്നില്ല. അവരാരും മിണ്ടാതിരിക്കുമ്പോൾ ഞാനെങ്ങനെ സംസാരിക്കും? അതുകൊണ്ട് ഞാനും സംസാരിച്ചില്ല. ഫകരിഹ്തു അൻ അതകല്ലം, ഞാൻ സംസാരിക്കാൻ വെറുത്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ മുതിർന്നവരുള്ള സദസ്സിൽ, ആലിമീങ്ങളുള്ള സദസ്സിൽ അതിനേക്കാൾ ചെറിയവർ സംസാരിക്കുക എന്നുള്ളത് ഒരു അദബുകേടായി അവർ മനസ്സിലാക്കിയിരുന്നു. ഫലമ്മാ ലം യഖൂലു ഷൈഅൻ, പക്ഷേ ആരും ഒന്നും പറയുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. അവരിൽ പലരുടെയും മനസ്സിൽ ഒരു പക്ഷേ അത് വന്നിട്ടുണ്ടാകാം. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിനോട് അത് പറയുന്നിടത്തിലൊക്കെ അവർ വളരെയധികം അദബും സൂക്ഷ്മതയും കാണിച്ചു, തെറ്റിപ്പോയാലോ എന്ന് പേടിച്ചിട്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഹിയ നഖ്ല, അത് നഖ്ലയാണ്, ഈത്തപ്പനയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അതിൻ്റെ ഇലകൾ കൊഴിയില്ല, മറ്റൊരുപാട് ഗുണങ്ങൾ അതിനുണ്ട് എന്ന് മാത്രമല്ല, ഈത്തപ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത അത് അതിൻ്റെ സീസണിൽ മാത്രമല്ല അവൈലബിൾ. പിന്നെയോ, നിങ്ങൾ ഈത്തപ്പഴം നോക്കൂ, ഏത് സമയത്തും ഈത്തപ്പഴം അങ്ങാടി പോയാൽ കിട്ടും, ഏത് സമയത്തും. ഇവിടെ കുല്ലഹീൻ തുഅതി ഉകുലഹാ കുല്ലഹീൻ. ഏതാണ് ഈ ഹീൻ എന്ന് പറഞ്ഞാൽ? ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞു ഒരു വർഷമാണ് ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും കായ്ക്കുന്നതാണ്. ഹീൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഒരു വർഷം എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞവരുണ്ട്, 6 മാസം എന്നാണ് എന്നർത്ഥം പറഞ്ഞവരുണ്ട്, 3 മാസം എന്നാണ് എന്നർത്ഥം പറഞ്ഞവരുണ്ട്. എന്നാൽ ഹീൻ എന്ന വാക്കിന് ഓരോ വക്തിനും പറയും. അതുകൊണ്ട് തന്നെ കുല്ലഹീൻ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും എന്ന അർത്ഥം പറഞ്ഞവരുമുണ്ട്. ഈത്തപ്പനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈത്തപ്പഴവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉക്കിൽ അത് കായ്ക്കുന്ന സീസണിൽ മാത്രമല്ല, പിന്നെയോ ഇത് ശേഖരിച്ച് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ് അല്ലെങ്കിൽ ഒരു പഴമാണത്. അതിൻ്റെ ഉക്കിൽ അങ്ങനെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫലമ്മാ ഖുംനാ ഖുൽതു ലി ഉമറ യാ അബതാ വല്ലാഹ് ലഖദ് കാന വഖാ ഫീ നഫ്സി അന്നഹ നഖ്ല فقال ما منعك أن تكلم؟ قال لم أركم تكلمون فكرهت أن أتكلم أو أقول شيئا. قال عمر لأن تكون قلتها أحب إلي من كذا وكذا. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉപ്പാനോട് മകൻ പറയാണ്, ഉപ്പ, എൻ്റെ മനസ്സിൽ അത് നഖ്ലാണെന്ന് വന്നിരുന്നു, പക്ഷെ നിങ്ങളൊന്നും സംസാരിക്കാത്തതുകൊണ്ട് ഞാനും സംസാരിച്ചില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ആ സദസ്സിൽ വെച്ച് റസൂലുള്ളാഹിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ അതെനിക്ക് ഒരുപാട് ഇഷ്ടമാകുമായിരുന്നു. ഇന്നെന്ന കാര്യങ്ങളെക്കാളൊക്കെ എനിക്കത് പ്രിയപ്പെട്ടതായിരുന്നു. കാരണം എൻ്റെ മകൻ ചെറിയ കുട്ടി റസൂലുള്ളാഹി ചോദിച്ചു, വലിയവരൊന്നും പറയാത്ത ആ ഒരു ഉത്തരം നീ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കതൊരു സന്തോഷമാകുമായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ആ കശജറത്തിൻ ത്വയ്യിബ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈത്തപ്പനയാണ്. അത് കുല്ല ഹീൻ എന്ന് പറഞ്ഞാൽ എല്ലാ സന്ദർഭങ്ങളിലും അതിൻ്റെ ഫലം ലഭിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് കർറജുലിൽ മുസ്ലിമി, മുസ്ലിമായ റജുലിനെ പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അത് അള്ളാഹുവിൻ്റെ റസൂൽ പറയാനുള്ള കാരണം,
ഒരു മുസ്ലിം എല്ലാ അവസരങ്ങളിലും സൽസ്വഭാവിയും എല്ലാവർക്കും അവരുടെ ഹക്ക് വകവെച്ച് കൊടുക്കുന്നവനുമായിരിക്കും. അയാളുടെ പെരുമാറ്റവും അയാളുടെ സ്വഭാവവും അയാളുടെ നന്മയും ഏതെങ്കിലും ഒരു സീസണിൽ മാത്രമല്ല, റമദാനിൽ മാത്രം, അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ മാത്രം, ഉംറക്ക് പോകുമ്പോൾ മാത്രം, അങ്ങനെയല്ല. പല ആളുകളും ഞാൻ ഉംറക്ക് പോവുകയാണ്, എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. ആളുകളോട് പൊരുത്തം ചോദിക്കുന്നതും ഉംറയും തമ്മിൽ എന്താ ബന്ധം? നമ്മൾ ജനങ്ങളോട് തെറ്റ് ചെയ്തു നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ആ നിമിഷം തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. ഉംറക്ക് പോകാൻ കാത്തു നിൽക്കരുത്, ഹജ്ജിന് പോകാൻ കാത്തു നിൽക്കരുത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സീസണിൽ മാത്രം കാണുന്നതല്ല അവരുടെ നന്മ. തുഅ്തി ഉക്ലഹാ കുല്ല ഹീനിൻ, എല്ലാ സമയത്തും ആ നന്മ ഉണ്ടാകും. അതിൻ്റെ അർത്ഥം ഈമാനിൽ ഏറ്റക്കുറവുണ്ടാവും എന്നല്ല, ഉണ്ടാവുകയില്ല എന്നല്ല. ഈമാനിൽ സിയാദത്തും ഉണ്ടാകും, നുക്സാനും ഉണ്ടാകും. പക്ഷേ ഒരു സീസണിൽ മാത്രമുള്ള ഇബാദത്ത്, ഒരു സീസണിൽ മാത്രമുള്ള നന്മ, ഒരു സീസണിൽ മാത്രമുള്ള സദഖ അങ്ങനെയല്ല. മറിച്ച് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടും സാഹചര്യങ്ങൾക്കനുസരിച്ചും അവർ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. തുഅ്തി ഉകുലഹ കുല്ല ഹീൻ. അതൊക്കെ തൗഹീദ് അസ്ല് സാബിത്താണെങ്കിൽ ഉണ്ടാവുന്ന കാര്യമാണ് എന്നർത്ഥം. തൗഹീദ് പഠിക്കുന്തോറും അതിൽ വർധനവുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് മാത്രമല്ല, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തുഅ്തി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. എന്തെങ്ങനെ പറയാൻ കാരണം? ഒന്ന്, നേരത്തെ പറഞ്ഞ ആ ഷജറത്തുൻ തയ്യിബത്തായ നഖ്ല, ആ നഖ്ലയുടെ ഈത്തപ്പഴം എന്ന് പറയുന്നത്, അതിൻ്റെ ഫ്രൂട്ട്സ് എല്ലാ സമയത്തും ലഭിക്കുക, അതിന് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് റഹ്മാനായ റബ്ബ് തീരുമാനിച്ചതാണ്. പടച്ച റബ്ബിൻ്റെ ഫളലാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതാണ് അതിൻ്റെ ഒരു തഫ്സീർ. എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വൃക്ഷത്തെ പഠിപ്പിക്കലല്ല ലക്ഷ്യം, പിന്നെ മുസ്ലിമിനെ മനസ്സിലാക്കി തരലാണ്. എങ്കിൽ അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? ഉലമാക്കൾ പറഞ്ഞു, ആ നിലക്ക് സ്ഥിരപ്രതിഷ്ഠയോടുകൂടി നന്മയിൽ മുന്നേറുക എന്നുള്ളത് റബ്ബിൻ്റെ തൗഫീഖുള്ള ആളുകൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ ഇതിന് വേണം, റബ്ബിൻ്റെ തൗഫീഖ് വേണം. പടച്ചിറബിനോട് പ്രാർത്ഥിച്ച് നേടിയെടുക്കേണ്ടതാണ് ആ സൽസ്വഭാവം എന്നത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത് വസ്രിഫ് അന്നി സയ്യിഅഹാ വലാ യസ്രിഫ് അന്നി സയ്യിഅഹാ ഇല്ലാ അൻത്. ഇത് ഓരോ നമസ്കാരത്തിലും അല്ലെങ്കിൽ രാത്രി നമസ്കാരങ്ങളിൽ തൻ്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആന്നതാണ്. വജ്ജഹ്തു വജ്ഹിയ എന്ന ദുആൻ്റെ ബാക്കി ഭാഗത്തുള്ളതാണിത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി, ആ ദുആയിലുള്ള ബാക്കി ഭാഗമാണ്. അല്ലാഹുവേ, നീ എന്നെ നിരന്തരം സൽസ്വഭാവത്തിലേക്ക് വഴി നടത്തണമേ. അതിലേക്ക് വഴി നടത്തുന്നവൻ നീയല്ലാതെ വേറെ ആരുമില്ല. എൻ്റെ സ്വഭാവം നന്നാക്കാൻ റബ്ബേ നിനക്കേ കഴിയൂ. ഞാൻ മുൻകോപിയാണ് റബ്ബേ, അല്ലെങ്കിൽ എനിക്ക് തീരെ ക്ഷമിക്കാൻ കഴിവില്ല റബ്ബേ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് മോശമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളോട് വളരെ മോശമായി പെരുമാറുന്നു. ഇങ്ങനെ എനിക്ക് ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. ഇത് നമ്മൾ ആരോട് പറയും? റഹ്മാനായ റബ്ബിനോട് പറയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൂഷ്യങ്ങൾ, നമ്മുടെ സ്വഭാവത്തിലുള്ള മോശത്തരങ്ങളൊക്കെ പടച്ച റബ്ബിനോട് പറഞ്ഞിട്ട് അതിൽ നിന്ന് കാവലിനെ തേടുകയും നമ്മുടെ സ്വഭാവം നന്നായി കിട്ടാൻ വേണ്ടി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒരാൾക്കും നന്നാവാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലാകിൻ അല്ലാഹ യുസക്കി മൻ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് തസ്കിയത്ത് കൊടുക്കുന്നു. തസ്കിയത്ത് തരാൻ റബ്ബിനെ കഴിയുള്ളൂ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. എൻ്റെ നഫ്സിന് റബ്ബേ നീ തസ്കിയത്ത് നൽകണേ, നിനക്കേ ഏറ്റവും നന്നായി തസ്കിയത്ത് നൽകാൻ കഴിയൂ. എൻ്റെ നഫ്സിൻ്റെ മൗല നീയാണ്, അതിൻ്റെ ഉടമ നീയാണ്. പടച്ചോനെ നീ നന്നാക്കി തരണേ. തുഅ്തി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ. അള്ളാഹുവിൻ്റെ പെർമിഷനോട് കൂടിയല്ലാതെ നമുക്ക് സൽക്രമത്തിൽ നിരതരാകാനും അതിൽ വർധനവുണ്ടാക്കാനും കഴിയില്ല. ഈത്തപ്പനെ അടക്കമുള്ള സകല വൃക്ഷങ്ങളിലും അതിൻ്റെ നന്മയെ സ്ഥാപിച്ചത് റബ്ബാണ്. ആ റബ്ബിന് തന്നെയെ നമ്മയും ആ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുള്ളൂ, വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വളർത്തിയെടുക്കുന്ന റബ്ബ്, അങ്ങനെ തർബിയത്ത് നൽകുന്നവനാണ് റുബൂബിയത്തിൻ്റെ ഉടമയായ നമ്മുടെ റബ്ബായ അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്. ഈ ഉപമകളൊക്കെ അള്ളാഹു മനുഷ്യർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. മനുഷ്യന്മാർക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് അള്ളാഹു വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്തിന്? ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടി. ഉലമാക്കൾ പറയുകയാണ്,
അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗങ്ങളിൽ പെട്ടതാണ് ഉപമകൾ വിശദീകരിച്ച് കാര്യങ്ങൾ പറയുക. നിങ്ങൾ നോക്കൂ, റഹ്മാനായ റബ്ബിന് സൃഷ്ടികളോടൊരൊറ്റ കൽപ്പന നടത്തിയാൽ പോരെ? അലാലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിപ്പും കൽപ്പനാധികാരവും അള്ളാഹുവിനാണ്. സൃഷ്ടിപ്പും കൽപ്പനാധികാരവും അള്ളാഹുവിനാണ്. റബ്ബിന് ഓർഡർ ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ്റെ ശൈലി അങ്ങനെയല്ല. ഖുർആൻ വഅളാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂരി വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മനുഷ്യരെ, ഇതാ ഒരു നല്ല ഉപദേശം വന്നിരിക്കുന്നു. നോക്കൂ, അത് കേൾക്കുമ്പോൾ തന്നെ ഉപദേശം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതെന്താണെന്ന് നോക്കും. അള്ളാഹുവിൻ്റെ പ്രയോഗമാണത്. ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബിക്കും യഅളുകുമുല്ലാഹ് അൻ തഊദു ലിമിസ്ലിഹി അബദൻ. നിങ്ങൾ ഒരിക്കലും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. എന്ത് മനോഹരമായ വാക്ക്! ഇത് മനുഷ്യൻ്റെ വാക്കുകളല്ല, നമ്മുടെ സൃഷ്ടാവായ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു പറയാണ്, യഅളുകുമുല്ലാഹ് അൻ തഊദു ലിമിസ്ലിഹി അബദൻ. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് വയല് നൽകുകയാണ് കേട്ടോ. എത്ര ഒരു കാരുണ്യമാണ് ആ വാക്കുകളിൽ. റഹ്മാനായ റബ്ബ് പറയാണ്, വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. മനുഷ്യന്മാർ ചിന്തിച്ച് ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഉപമകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഉപമകളിലൂടെ, ആ വിശദീകരണങ്ങളിലൂടെ കാര്യങ്ങൾ മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബ് നിരന്തരമായി നമ്മോട് സംസാരിക്കുകയാണ്. അത് കേട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ വിജയിച്ചു. അതിനെതിരെ പുറംതിരിഞ്ഞു നിന്നാൽ പരാജയപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് കാരുണ്യപൂർവ്വം നമുക്ക് നൽകിയ ഈ വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളായി ജീവിച്ചു മരിച്ചു പോകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ നമ്മുടെ അഖീദയിലും നമ്മുടെ സ്വഭാവങ്ങളിലുമൊക്കെ വമ്പിച്ച മാറ്റമുണ്ടാവട്ടെ. അതിന് അള്ളാഹുവിൻ്റെ അനുമതി വേണം, തൗഫീഖ് വേണം. റഹ്മാനായ റബ്ബ് നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഖുർആൻ പഠനത്തിൻ്റെ കൺകുളിർമ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളിലും സമ്പത്തിലും എല്ലാം ഉണ്ടാവട്ടെ. നാളെ സ്വർഗ്ഗലോകത്ത് ഇതേപോലെ ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നരകശിക്ഷയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കിടയിൽ നിന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടികൾ, മുതിർന്നവർ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, പണ്ഡിതന്മാർ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുമിത്രാദികൾക്ക്, ഉപ്പമാർക്ക്, ഉമ്മമാർക്ക്, സഹോദരങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അതൊക്കെ തരണം ചെയ്യുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, അൽഹംദുലില്ലാ, ഈ ഒരു സ്ഥാപനം